ഈ പൂക്കൾ നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ റെഡ് കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇവിടെ ആയിട്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുത്ത് നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് മടക്കി കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലവർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ഇതളുകളുടെ ഇടയിലൂടെയും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കണം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇപ്പൊ നമ്മൾ ഓരോ ഇതളുകളുടെ ഇടയിലൂടെയും ഇതുപോലെയാണ് ഉരുക്കി കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 3 എണ്ണം വെച്ചാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്ലവറിന്റെ ഇതളുകളിൽ പെയിന്റ് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലെയാണ് നമുക്ക് ഫ്ലവറിന്റെ ഓരോ ഇതളുകളിലും പെയിന്റ് വെച്ച് വരച്ചെടുക്കേണ്ടത്. നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവറിന്റെ ഇതളുകളിലും നമുക്ക് പെയിന്റ് വെച്ച് ഇതുപോലെ വരച്ചെടുക്കണം. മുഴുവനായും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഒരു ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിനകത്ത് നമ്മൾ ക്ലോത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഈർക്കിളി വെച്ച് കൊടുത്ത് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നൂല് വെച്ച് നമുക്കത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. നമുക്ക് ഫ്ലവറിന്റെ നടുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായി നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന പൂക്കളാണ്. ഇപ്പൊ നമ്മൾ 3 പൂക്കളും ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോവരുതേ. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലവറിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ചുറ്റി കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ 3 എണ്ണം കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവരുതേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സിമ്പിൾ അല്ലേ നമ്മുടെ ഈ പൂക്കൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ.